ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2024 ജൂൺ മാസം വരെയുള്ള പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2024. ആദ്യത്തെ ചോദ്യം: കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? വിറ്റാമിൻ എ. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ക്ലോറോഫോം ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് ക്ലോറോഫോം ആണ്. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഉത്പതനം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഉത്പതനം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകമേത്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥെയിൽ മെർക്യാപ്റ്റൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥെയിൽ മെർക്യാപ്റ്റൻ. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 2260. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം 2260 kg/kg ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ബോൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 13/2024. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന: കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4 മാത്രം എന്നതാണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേന. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്കം മുഖേനയാണ്.
രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിനെ അറിയപ്പെടുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർച്ചെടിയുടെ സങ്കര ഇനമാണ് ഭാഗ്യലക്ഷ്മി. പയർച്ചെടിയുടെ സങ്കര ഇനമാണ് ഭാഗ്യലക്ഷ്മി. അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡിന്റെ സംഭാവനയാണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. കലാമിൻ സിങ്കിന്റെ അയിരാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18ാം ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾപ്പെടുന്നത്. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുന്നത് 18ാം ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നതാണ്. ജ്വലനത്തിനും റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായും കൃത്രിമ ശ്വസനത്തിനുമൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ് ഇക്കൂട്ടത്തിൽ ഓക്സിജൻ ഉപയോഗിക്കാത്തത്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോസിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു കാർമോസിൻ ആണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെ പറയുന്ന പേരാണ് അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ബാഷ്പീകരണമാണ്. ചാലനം, സംവഹനം, വികിരണം എന്നിവയൊക്കെ താപപ്രേഷണ രീതികളാണ്. ഇവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം എന്ന് പറയുന്നത് കാറ്റും തിരമാലയുമാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് കാറ്റ്, തിരമാല എന്നിവ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024. ഒന്നാമത്തെ ചോദ്യം, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ട്രക്കിയ. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, നായ കാനിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്, മയിൽ കോർവസ് ക്രിസ്റ്റാസ്റ്റസ്. ശരിയായ ജോഡികൾ ഏതെല്ലാം? പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് തന്നെയാണ്.
നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ് എന്നാണ്. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ് ആണ്. മയിൽ പാവോസ് ക്രിസ്റ്റാറ്റസ് ആണ്. അപ്പൊ ശരിയായ ജോഡികൾ പൂച്ചയും കാക്കയുമാണ്. 1 ഉം 3 ശരിയായിട്ടുള്ളത്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. ശരിയായ ഉത്തരം 1 ഉം 3 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയായ ജോഡി കണ്ടെത്തുക. പാറ്റ 4, പല്ലി 2, പക്ഷി 13, മത്സ്യം 3. ഹൃദയ അറകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് പാറ്റയിലെ ഹൃദയ അറകൾ എന്ന് പറയുന്നത് 13. പല്ലി 3 ഹൃദയ അറകളാണ് പല്ലിക്കുള്ളത്. പക്ഷിക്ക് 4 അറകളാണ് ഹൃദയത്തിലുള്ളത്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. അപ്പോൾ ശരിയായ ജോഡി പാറ്റ A3, B4, C1, D2. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പാറ്റയ്ക്ക് 13 ഹൃദയാറകൾ, പല്ലിക്ക് 3, പക്ഷിക്ക് 4, മത്സ്യത്തിന് 2. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? മുക്തി, അനഘ, അക്ഷയ ഇവയെല്ലാം തന്നെ സങ്കര ഇനം തക്കാളി വർഗ്ഗങ്ങളാണ്. ഇതിൽ ശരിയല്ലാത്തത് ഹരിതയാണ്. മുക്തി, അനഘ, അക്ഷയ ഇവയൊക്കെ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 4 ഡയോപ്റ്റർ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ 4 ഡയോപ്റ്റർ ആണ്. ഒരു കുതിര ശക്തി എന്നത് 746 വാട്ടാണ്. ഒരു കുതിര ശക്തി എന്നത് 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ജോഡി ചിക്കൻ ബോക്സ്, കോളറ. ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ്. എന്നാൽ കോളറ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ജോഡി തെറ്റാണ്. കോളറ ജലത്തിലൂടെ, ചിക്കൻ ഗുനിയ പരത്തുന്നത് കൊതുകാണ്. അപ്പൊ രണ്ടാമത്തെ ജോഡിയും തെറ്റാണ്. മൂന്നാമത്തെ ജോഡി ക്ഷയം, ചിക്കൻ ബോക്സ് ഇവ രണ്ടും തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. മന്തും ചിക്കൻ ഗുനിയയും പരത്തുന്നത് കൊതുകാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ ജോഡി മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രം ശരി. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയവും ചിക്കൻ ബോക്സും. സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/2024. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം പെല്ലഗ്രയാണ്. അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്ന കാരണത്താൽ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്ന കാരണത്താൽ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുവാണ് പൊട്ടാസ്യം. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു പൊട്ടാസ്യമാണ്.
മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമായിരിക്കും. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. VE എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അവ തമ്മിലുള്ള ബന്ധമാണ് VE സമം √2VO. VE എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE സമം √2VO. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ r/2 എന്നതാണ്. r എന്ന് പറയുന്ന വക്രത ആരം. വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇവിടെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് അതിന്റെ പകുതിയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 12 സെന്റിമീറ്റർ ആണ് ശരിയായ ഉത്തരം. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം അതിന്റെ പകുതി 12 സെന്റിമീറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ആരാണ്? ക്രോമിയമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ് എന്നതും ശരിയായ പ്രസ്താവനയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് നേരിട്ട് വാതകമായിട്ടാണ് മാറുന്നത്. ഉൽപ്പതന സ്വഭാവം കാണിക്കുന്ന ഒരു പദാർത്ഥമാണ് കർപ്പൂരം എന്ന് പറയുന്നത്. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. പാലിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 6.5 ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. അടുത്ത ചോദ്യം, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എന്ന് പറയുന്നത് 108 ഗ്രാം ആണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ്? 2019. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് 2019 ആണ്. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ അറിയപ്പെടുന്നത് വിശിഷ്ട താപധാരിത എന്നാണ്. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ അറിയപ്പെടുന്നത് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2024. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. അതിന് കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നതാണ്. ഇവിടെ വാദം ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ
ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. B2 വിറ്റാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. തയാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്നത് ശരിയായ പ്രസ്താവനയാണ്. വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണ് ബെറിബെറി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ 2, 4, 5 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 4, 5. തയാമിന്റെ അഭാവം അല്ലെങ്കിൽ വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങളെന്ന് പറയുന്നത്. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യ അളവുണ്ടായിരിക്കുന്നു? -40 ഡിഗ്രിയിൽ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആവൃത്തിക്ക് മാത്രമാണ് മാറ്റമില്ലാത്തത്. തരംഗ ദൈർഘ്യം, വേഗത, വ്യാപ്തി എന്നിവയ്ക്കെല്ലാം മാറ്റം ഉണ്ടാകുന്നു. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ തരംഗ ദൈർഘ്യം, വേഗത, വ്യാപ്തി എന്നിവയ്ക്ക് മാറ്റമുണ്ടാകുന്നു. മാറ്റമില്ലാത്തത് ആവൃത്തിക്കാണ്. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? HCl, HNO3 എന്നിവയുടെ മിശ്രിതമാണ് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം Na2CO3 10H2O ആണ്. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡയോക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായതേത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം എന്നതാണ്. മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. 2021 ഡേവിഡ് ജൂലിയസും ആർഡേം പറ്റാപൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്ര മേഖലയിലാണ്. 2021 ഡേവിഡ് ജൂലിയസും ആർഡേം പറ്റാപൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നുമാണ്.
ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ പരത്തുന്നത് ആരാണ്? പ്രോട്ടോസോവയാണ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ രോഗമാണ്. അസ്കാരിയാസിസ് വിരകൾ ജലദോഷത്തിന് കാരണമാകുന്നത് വൈറസ് ആണ്. അപ്പൊ ശരിയായിട്ടുള്ളത് A3, B4, C2, D1 എന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകുവാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയുടെ പേരാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായം നൽകാനുമുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒമിക്രോണിനെയാണ്. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് ഘർഷണ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് സമവർത്തുള ചലനം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനമാണ്. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിഗർ എന്നിവർക്ക് 2022 ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. CH4 + 2O2 = CO2 + 2H2O എന്ന് പറയുന്നത് 110 ഗ്രാം ആയിരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ബോറോൺ ട്രൈക്ലോറൈഡ് ആണ്. BCl3 ആണ്. തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് BCl3 ബോറോൺ ട്രൈക്ലോറൈഡ് ആണ്. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം XY2 ആയിരിക്കും. ചുവടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്റ്റീൽ ഒരു ലോഹമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റും 2ാമത്തെ പ്രസ്താവന ശരിയുമാണ്. സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ഇത് തന്നെയാണ്, ലോഹ സങ്കരങ്ങളാണ്. ഇരുമ്പും കാർബണും ചേർന്നുണ്ടാകുന്ന ഒരു അലോയിയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/2024. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഡോപ്പമിൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവയാണ്. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം എന്നത് ശരിയാണ്. സൊമാറ്റോട്രോപിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു എന്നതും ശരിയാണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു എന്നത് തെറ്റാണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. 3ഉം 4ഉം ജോഡിയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവയാണ് തെറ്റായിട്ടുള്ളവ.
RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് തൈമിനാണ്. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തൈമിനാണ്. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാൻ ആണ്. തന്നിരിക്കുന്നവയിൽ 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാൻ ആണ്. ഡ്രൂ വെയ്സ്മാന് മാത്രമല്ല, കാറ്റലിൻ കാരിക്കോയ്ക്കും 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി റേഡിയോ തരംഗമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി റേഡിയോ തരംഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2024. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഴ്സീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതുണ്ടാക്കുന്നത് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതിന്റെ വാഹകർ ചെള്ളുകളാണ് എന്ന പ്രസ്താവന ശരിയാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. only 1, 3 and 4. എഴ്സീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് പ്ലേഗ് പരത്തുന്നത്. അതിന്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ആർദ്രം മിഷൻ ലക്ഷ്യമിടുന്നത് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്ന പ്രസ്താവന തെറ്റാണ്. NCD, CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്ന പ്രസ്താവനയും ശരിയാണ്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നതും ശരിയായ പ്രസ്താവനയാണ്. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1, 3 and 4. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പുതിയ രക്തക്കുഴലുകളുടെ വികസനം എന്നതാണ് ശരിയായ ഉത്തരം. ആൻജിയോജെനസിസ് എന്നാൽ പുതിയ രക്തക്കുഴലുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ളത്? വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സീറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വിറ്റാമിൻ എയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു, ഒപ്പം സീറോഫ്താൽമിയ എന്ന രോഗത്തിനും കാരണമാകുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയും എക്സോക്രൈൻ ഗ്രന്ഥിയുമാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും സൃഷ്ടിക്കുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. മുകളിലുള്ളവയെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. അപ്പൊ ശരിയായ ഉത്തരം 4. മുകളിലുള്ളവയെല്ലാം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. only 4. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാവം ഇതെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള കാരണങ്ങളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ളവയെല്ലാം. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നെഗ്ലേരിയ ഫൗലേരി. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നത് നെഗ്ലേരിയ ഫൗലേരി മൂലമാണ്. അടുത്ത ചോദ്യം, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസ് പോസിറ്റീവോ ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കിൽ പരിചരണം ലഭിക്കും. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. both 1 and 2.
ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C57 ആണ്. ആദിത്യ L1 ഉപയോഗിക്കുന്നത് റോക്കറ്റ് PSLV C57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു എന്ന പ്രസ്താവന ശരിയാണ്. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു എന്ന പ്രസ്താവന ശരിയാണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിന്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന്. ശരിയായ പ്രസ്താവന ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറും. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ് എന്ന പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ് എന്നതും ശരിയായ പ്രസ്താവനയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങൾ ഉണ്ടെങ്കിൽ ലായകത കുറവാണ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2024. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ് ആണ്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കണിക ഭൗതിക ഗവേഷണം. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ അല്ലെങ്കിൽ LHCയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് കണിക ഭൗതിക ഗവേഷണമാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത് അണുസംയോജനം വഴിയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത് അണുസംയോജനം വഴിയാണ്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോശശ്വസനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2004. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? നിശാന്തത എന്ന് പറയുന്ന രോഗത്തിന് കാരണം പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു എന്നതാണ്. ശരിയായ കാരണമാണ്. നിശാന്തത ഉണ്ടാവാൻ കാരണം വൈറ്റമിൻ എയുടെ കുറവ് മൂലം റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് കാരണമാണ്. രാത്രിയിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്.
സീറോഫ്താൽമിയ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നു എന്നത് തെറ്റാണ്. സീറോഫ്താൽമിയയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്നും പറയുന്നത്. അപ്പം 2ഉം 3ഉം തെറ്റാണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 മാത്രം ശരിയാണ്. നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട്. റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് കാരണമാണ്. സീറോഫ്താൽമിയ ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട്. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് ലെപ്റ്റോസ്പൈറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഇവയിൽ ജീവിതശൈലി രോഗങ്ങൾ എംഫീസിമയും ഫാറ്റി ലിവറുമാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇവയൊക്കെ ജനിതക രോഗങ്ങളാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായ. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്തു ചെയ്യുന്നു? കുറയുന്നു. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, W = P/T. അടുത്ത ചോദ്യം, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? രണ്ടും ഒരേ സമയത്തായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുക. അടുത്ത ചോദ്യം, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലൂമിനിയം. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലൂമിനിയത്തിന്റെ. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? pH 5.5-ൽ കുറവായിരിക്കുമ്പോൾ. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നതാണ്. ആവർത്തന പട്ടികയിൽ ഇടതുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. തെറ്റായ പ്രസ്താവന ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നതാണ്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? O2, O3, O4. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ O2, O3, O4 എന്നിവയാണ്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ബ്രോമിനാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/2024. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ക്യാൻസർ ആണ്. സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസർ ആണ്. തന്നിരിക്കുന്നവയിൽ സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസർ ആണ്. ECGയുടെ പൂർണ്ണ രൂപം ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ്. ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ് ECGയുടെ പൂർണ്ണ രൂപം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് ആദ്യം ആഹാര സ്വീകരണം, പിന്നീട് ദഹനം, പിന്നീട് ആഗിരണം,
പിന്നീട് സാംശീകരണം എന്നതാണ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ: ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് എന്നതാണ് ശരിയായിട്ടുള്ളത്, കൂടുതൽ ശരിയായിട്ടുള്ളത്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത് പോപ്പി ചെടിയുടെ കറയിൽ നിന്നുമാണ്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫീസിമ. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫീസിമ. ശരിയായ ജോഡി: ജീവകം എ, ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത. ജീവകം ബിയുടെ കുറവ് മൂലം ബെറിബറി. ജീവകം സിയുടെ കുറവ് മൂലം സ്കർവി. ജീവകം ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ്. അപ്പോ ശരിയായിട്ടുള്ളത് 49, 1, 3, 2, 1, 3, 2, 4, 5 എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ജീവകം ബിയുടെ അപര്യാപ്തത മൂലം ബെറിബറി. ജീവകം സിയുടെ അപര്യാപ്തത മൂലം സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം റിക്കറ്റ്സ്. അടുത്ത ചോദ്യം: ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ശ്വേത രക്താണുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2024. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾ CO2, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് അവയൊക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. പെടാത്തത് ഹൈഡ്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം, അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്നിവ തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാണ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയൊക്കെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് എന്നത് ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും എന്നതും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് എന്നതും ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും എന്നത് തെറ്റാണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി, 4 തെറ്റ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത്? മിത്രകീടങ്ങൾ, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം ഇവയൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള കീടനിയന്ത്രണ മാർഗങ്ങളാണ്. മിത്രകീടങ്ങൾ, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം എന്നിവ. ഉറുമ്പുപൊടി പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എയ്റോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എയ്റോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക.
ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിലാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ എന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്നതാണ് ശരിയായിട്ടുള്ളത്. ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ വാതകം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിര് തന്നിരിക്കുന്നവയിൽ ഹേമറ്റൈറ്റ് ആണ്. പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം അതിന്റെ ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു എന്നതാണ്. പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? ഹൃദയമാണ്. വൃക്ക, ത്വക്ക്, ശ്വാസകോശം ഇവയൊക്കെ വിസർജന അവയവങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എയ്ഡ്സ് ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫീസിമ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫീസിമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ പദ്ധതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ പദ്ധതി. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകമാണ് അമിനോ ആസിഡ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം അമിനോ ആസിഡ് ആണ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരമാണ് പെരിക്കാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം പെരിക്കാർഡിയമാണ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ BCG ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി എന്ന് പറയുന്നത് പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവികൾ പ്രാഥമിക ഉപഭോക്താക്കളാണ്. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് കമൻസലിസം. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതായിട്ടുള്ള ബന്ധമാണ് കമൻസലിസം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തതിൽ ജീൻ ബാങ്കുകളാണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ ഇവയൊക്കെ തന്നെ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ ഇവയൊക്കെ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്.
ഹീമോഡയാലിസിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരാണ് ഹെപ്പാരിൻ. ഹീമോഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഹെപ്പാരിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ ബലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഇവയിൽ ചവണയാണ്. ഉത്തോലകങ്ങളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണയാണ്. ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ്. ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ്. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? തന്നിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം മെർക്കുറിയാണ്. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ എന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ശക്തമേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് നിയോഡിമിയം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ എന്നത് തെറ്റായതാണ്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ എന്നത് ശരിയാണ്. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ എന്നത് തെറ്റാണ്. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ എന്നതും തെറ്റാണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായ ജോഡി. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് ഉപയോഗിക്കുന്നത്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ചർവണകവും അഗ്രചർവണകവും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനായി സഹായിക്കുന്ന പല്ലുകളാണ്. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? സങ്കര ഇനം പയറാണ് ലോല. ലോല സങ്കര ഇനം പയർ വർഗമാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? കണ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നത് കണ രോഗത്തിന്റെ ലക്ഷണമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് കണ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് എന്നത് തെറ്റാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് എന്നത് ശരിയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് എന്നതും തെറ്റാണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതിയാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് തന്നിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജയന്റ് വീലിന്റെ ചലനമാണ്. ഒരു ബിന്ദുവിനെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണ് ദോലന ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിക്കുണ്ടാകുന്ന ചലനം ഇവയൊക്കെ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. കൂട്ടത്തിൽപ്പെടാത്തത് മെന്റിലീവിയം, ടൈറ്റാനിയം, റൂദർഫോർഡിയം, ക്യൂറിയം. ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ടൈറ്റാനിയമാണ്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ
തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. കണികകൾ തമ്മിലുള്ള ഐസ് ചൂടാക്കി ജലമായി മാറുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു, ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു എന്നതും ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു എന്നത് ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളവ 1, 2, 3 ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഐസ് ചൂടാക്കുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഇവയൊക്കെ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് ആണ് ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത്. ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി എന്ന് പറയുന്നത് വവ്വാലാണ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി വവ്വാലാണ്. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയെ പറയുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? ഇവയിൽ പ്രമേഹമാണ്. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഇതിൽ പ്രമേഹമാണ്. അതിറോസ്ക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം ഇവയൊക്കെ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റ് കോശങ്ങളെയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര പദ്ധതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നു, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാറുണ്ട്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്നില്ല, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ പകരുന്നു. അപ്പം പകരാത്ത മാർഗം കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2024. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയെ പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ്. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കരൾ. മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യും. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ CO2, മീഥേൻ, CFC,
N2O എന്നിവയാണ്. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ്. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ്. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എന്ന് പറയുന്നത് 500 വാട്ടാണ്. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം ഭൂമിയുടെ ആകൃതിയാണ്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാകാൻ കാരണം ഭൂമിയുടെ ആകൃതിയാണ്. അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? 4ാമത്തെ പീരീഡിലും 13ാമത്തെ ഗ്രൂപ്പിലും. അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ 4ാം പീരീഡിൽ, ഗ്രൂപ്പ് 13. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന തെറ്റാണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന പ്രസ്താവനയാണ് ഇവിടുത്തെ ശരിയായ പ്രസ്താവന. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം ദഹനം സുഗമമാക്കാനാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നിശാന്തതയും സ്കർവിയും അപര്യാപ്തത രോഗങ്ങളാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം നിശാന്തതയും വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം സ്കർവിയും ഉണ്ടാകും. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ പവിത്ര, അന്നപൂർണ എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. ശരിയായ പ്രസ്താവനയാണ്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു എന്നതും ശരിയാണ്. മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? കാൽസ്യവും ഫോസ്ഫറസുമാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ കാൽസ്യവും ഫോസ്ഫറസുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതെല്ലാം? വംശനാശ ഭീഷണി നേരിടുന്നവ മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകുമാണ്. സഞ്ചാരിപ്രാവ്, ക്വാഗ എന്നിവ വംശനാശം സംഭവിച്ച ജീവികളാണ്. അപ്പം 2ഉം 3ഉമാണ് ശരിയായിട്ട് ഉള്ളത്. ഓപ്ഷൻ സി ആണ്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഗലീന സിങ്കിന്റെ അയിരല്ല. ഗലീന എന്തിന്റെ അയിരാണ്? ലെഡിന്റെ അയിരാണ്. ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ അയിരാണ്. കുപ്രൈറ്റ് കോപ്പറിന്റെ അയിരാണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഗതികോർജം ആശ്രയിക്കുന്നത് മാസിനെയും പ്രവേഗത്തെയുമാണ്. അടുത്ത ചോദ്യം, ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നതും ശരിയാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും എന്നതും ശരിയാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ തെറ്റായിട്ടുള്ളത് 4 മാത്രം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലല്ല, ഖരവസ്തുക്കളിൽ കൂടെയാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് എന്ന പ്രസ്താവന ശരിയാണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം എന്ന പ്രസ്താവനയും തെറ്റാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ മന്തും മലമ്പനിയുമാണ്. 2ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ മന്തും മലമ്പനിയുമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് മന്തും മലമ്പനിയും. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. ശരിയായ പ്രസ്താവനയാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു എന്നത് തെറ്റാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ശരിയാണ്. ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു എന്ന് തെറ്റതാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്ന ആദ്യത്തെ പ്രസ്താവന തന്നെയാണ് ഇവിടുത്തെ ശരിയല്ലാത്ത പ്രസ്താവന. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ് കാണാൻ കഴിയാത്ത വ്യക്തികളെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് മുതലായ സംവിധാനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം വൈറസ് തെറ്റാണ്. ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം എന്നതും തെറ്റാണ്. മലേറിയ ഫംഗസ് എന്നതും തെറ്റാണ്. ഡയേറിയ ബാക്ടീരിയ എന്നതാണ് ശരിയായിട്ട് ഉള്ള ജോഡി. ഡയേറിയ പകരുന്നത് ബാക്ടീരിയ മൂലമാണ്. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയമാണ്. ക്ഷയം പരത്തുന്നത് ബാക്ടീരിയ ആണ്. ചിക്കൻ ബോക്സിന് കാരണമാകുന്നത് വൈറസ് ആണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക.
ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശരിയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു എന്നതും ശരിയാണ്. ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ എന്നത് തെറ്റാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു എന്നതും ശരിയാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ശരിയാണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന പ്രസ്താവന ശരിയാണ്. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നതാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയും എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുമാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ശരിയായ പ്രസ്താവനയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഈ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിനാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്ന പ്രസ്താവന ശരിയല്ല എന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക എന്ന പ്രസ്താവനയും ശരിയല്ല. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എന്നത് ശരിയാണ്. അതായത് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ കൊതുകിനെ തടയാനായിട്ട് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് ഇവിടെ ഉത്തരമായി വരേണ്ടത്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എന്നിവയാണ് ശരി. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ഡിവൈസ് ക്ലോഷർ എന്ന ചികിത്സാ രീതി ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് തിരിച്ചറിയാനുള്ള പരിശോധനയാണ് വൈഡൽ പരിശോധന എന്ന് പറയുന്നത്. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് CO2, CFC, N2O, CH4 എന്നിവ. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങളാണ് CO2, CFC, N2O, CH4 എന്നിവ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ സത്യനാരായണ ബളേരിയാണ്. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ മലയാളി കർഷകനാണ് സത്യനാരായണ ബളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? അലൂമിനിയത്തിൽ. തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിലാണ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ആണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം അൾട്രാ വയലറ്റ് ആണ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ധ്രുവ പ്രദേശത്തിലാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണ് ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്.
ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്.